നമസ്കാരം. സെൽഫ് മിററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യവും യൗവനവും ദീർഘകാലം മനോഹരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനു മുൻപേ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രായം എന്താണ്? പ്രായം എന്നത് കാലയളവാണ്. അത് നമ്മൾ ജനിച്ച് നമ്മൾ എത്തി നിൽക്കുന്ന സമയത്തിനെ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രായം എന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കാലദൈർഘ്യത്തെ, നമ്മൾ യാത്ര ചെയ്ത ദൂരത്തെ കണക്കാക്കുന്ന, ജീവിതയാത്രയെ കണക്കാക്കുന്ന പദമാണ് പ്രായം എന്നത്. അത് നമ്മളുടെ പരാജയമോ നമ്മളുടെ അസ്തമയമോ നമ്മളുടെ അവസാനമോ ആണെന്ന് നമ്മളെല്ലാം വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് പേര് പ്രായത്തെ ഒരു മോശം കാര്യമായി മനസ്സിൽ വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. പലരും സ്വമേധയാ എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ആളുകൾ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വേണ്ട എന്ന് വെക്കുന്നത് സമയം കഴിഞ്ഞു പോയി, പ്രായം കഴിഞ്ഞു പോയി എന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏതൊരു കാര്യത്തെ ആഗ്രഹിക്കാനും നേടിയെടുക്കാനും ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ കാര്യം മാത്രമുണ്ടായാൽ മതി. അവിടെ വേറെ തടസ്സങ്ങളില്ല. ബാക്കി തടസ്സങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണ്. അല്ലാതെ ഒരു തടസ്സമില്ല. പ്രായം ആരെയും ഒന്നിൽ നിന്നും വിലക്കുന്നില്ല. നമ്മൾ തെറ്റായ കുറേ വ്യവസ്ഥിതിയിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. നിശ്ചിത പ്രായം കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സർക്കാർ ജോലി ലഭിക്കില്ല. നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പല ഫേമുകളിലും നമുക്ക് അവസരങ്ങളില്ല. അത് തെറ്റായ ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അത് വളരെ തെറ്റായ ഒരു രീതിയാണ്. ആ രീതിയെ നമ്മളെല്ലാവരും മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഡ്രീമിനെയും നമ്മുടെ ജീവിതത്തിനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പ്രായം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിനും തടസ്സമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യങ്ങായിട്ടുള്ള കുറച്ച് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് പ്രായമായ ആളുകളെ ഇൻസൾട്ട് ചെയ്യുക, അവഹേളിക്കുക. അവരുടെ ജീവിതം കഴിഞ്ഞു, അവരിനി ജീവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം മോശമാണ്, അവർ മോഡേണായി നടക്കുന്നത് വളരെ നാണക്കേടാണ്. അങ്ങനെ നമ്മൾ പലരെയും അപമാനിക്കാറുണ്ട്. അവർക്കെല്ലാം പ്രായം അധികമായി എന്നുള്ള രീതിയിൽ, അല്ലേ? നമ്മുടെ നാട്ടിൽ പലരും പ്രായമായ ആളുകളെയാണ് വിശേഷിപ്പിക്കുന്നത് കിളവൻ, കിളവി, പിന്നെ സംതിങ് കുറേ ബാഡ് വേർഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് കുറച്ച് പ്രായം ആയ ആളുകളെയൊക്കെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങളോട് തന്നെ സംസാരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി കേൾക്കുന്നതിനേക്കാളും അറിയുന്നതിനേക്കാളും എഫക്റ്റാണ് സെൽഫായിട്ടത് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത്. നമ്മൾ കുറച്ച് പ്രായമുള്ള ആളുകളെ കിളവെന്നോ കിളവി, തള്ള, തന്ത അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സെൽഫായിട്ട് നമ്മളോട് പറയുന്നതാണ് ആ ഒരു ഏജിലെത്തിയവർ, ആ ഒരു സിറ്റുവേഷനിൽ എത്തിയവർ കൊള്ളാത്ത ആൾക്കാരാണ്, അവർ മോശമാണ്, അവരുടെ ജീവിതം വേസ്റ്റാണ്. ഇത് ആര് പറയുന്നു? നമ്മൾ അവരെ കളിയാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സെൽഫായിട്ട് നമ്മളോട് തന്നെ പറയുകയാണ്. നമ്മളുടെ ജീവിത സിറ്റുവേഷൻ എന്തായി മാറുന്നു? അവരുടേതുപോലെ ആയി മാറുന്നു. ആരോഗ്യം ക്ഷയിക്കുന്നു, സൗന്ദര്യം പോകുന്നു, വളരെ പെട്ടെന്ന് തന്നെ ജരാനരകൾ വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മളോട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ പ്രായമായ ആളുകളെ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു നിർവചനം കൊണ്ടാണ്. സീനിയർ സിറ്റിസൺ, അല്ലേ? സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മുന്നേ വന്നവർ. നമ്മളൊരു കോളേജിലൊക്കെ പഠിച്ചിട്ട് നമ്മളെക്കാൾ മുന്നേ അവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരെ, മുന്നത്തെ ബാച്ചുകാരെ നമ്മളെന്താ പറയാറ്? അവർ സീനിയറാണ്, അല്ലേ? അത് സീനിയറാണ്. അതുപോലെ തന്നെയാണ് വിദേശത്തുള്ളവർ, അവർക്ക് മുന്നേ ജീവിക്കാൻ വന്നവരെ സീനിയർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറയും? വയസ്സായ ആളുകളെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ച് പ്രായമുള്ള ആളുകളെ നമ്മൾ എന്താ പറയുക? ബാഡ് വേർഡ്സ് വെച്ചിട്ട് യൂസ് ചെയ്യും. ഒന്ന് ഓർക്കുക, പ്രായം എന്നത് പ്രമോഷനാണ്. നമ്മളുടെ അറിവിൻ്റെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ള കൂടുതൽ അറിവുകളോട് കൂടിയ പ്രമോഷനാണ് പ്രായം എന്നത്. നമ്മുടെ 1 വയസ്സുള്ളപ്പോൾ നമുക്കുള്ള അറിവാണോ നമുക്ക് 5 വയസ്സിലുള്ളത്? അല്ല.
5 വയസ്സിലെ അറിവാണോ നമുക്ക് 10 വയസ്സാകുമ്പോൾ? അല്ല. 10 വയസ്സിലെ അറിവാണോ നമുക്ക് 15 വയസ്സിലും 20 വയസ്സിലും കിട്ടുന്നത്? അതുമല്ല. 25ഉം 30ഉം വയസ്സാകുമ്പോൾ നമ്മുടെ അറിവ്, നമ്മുടെ ജീവിതം, നമ്മുടെ ഗ്രോത്ത് ഒക്കെ മാറി അല്ലേ? സ്വന്തമായ ജീവിതത്തെ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങി. ലോകത്തിലെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ചിന്തിക്കാനും നമ്മൾ ശീലിച്ചു തുടങ്ങി. ഇതാണ് പ്രായം എന്ന് പറയുന്നത്. പ്രായം നമ്മളുടെ അച്ചീവ്മെൻറ്റുകളുടെയും നമ്മളുടെ ജീവിത യാത്രകളുടെയും കാലയളവാണ് പ്രായം. പ്രായത്തിനെ ബഹുമാനത്തോടു കൂടി നമ്മൾ കാണുക. വീണ കുഞ്ഞിനും ഇപ്പോൾ വാർദ്ധക്യത്തിലുള്ള ഒരു വ്യക്തിക്കും ജീവിക്കാൻ അവസരം ഒരുപോലെ തന്നെയാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവിതം ഒഴിഞ്ഞു കൊടുക്കുകയോ ആവശ്യങ്ങൾ മാറ്റിവെക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും ജീവിക്കാൻ ഒരേ അവസരമാണ്. പക്ഷെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ? നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, നമ്മുടെ സന്തോഷങ്ങളും നമ്മളുടേതായ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ എന്താണ് ശരിക്കും അതിൻ്റെ അർത്ഥം? അതിലെന്തെങ്കിലും ഒരർത്ഥമുണ്ടോ? നാളെ ആ കുഞ്ഞുങ്ങളും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നു. എല്ലാവരെയും ഈശ്വരൻ ഈ ഭൂമിയിൽ വിട്ടിരിക്കുന്നത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ്. ആരും ആർക്കും വേണ്ടി സ്വന്തം ജീവിതത്തെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും ജീവിക്കാൻ ഒരുപോലെ അവകാശമുണ്ട്. പ്രായം എന്നത് എന്താണ്? കാലയളവാണ്. നമ്മൾ ജീവിച്ചെത്തിയ കാലത്തിൻ്റെ ദൈർഘ്യമാണ്, അളവാണ് പ്രായം എന്നത്. അതൊരിക്കലും നമ്മളുടെ അവസാനമായി നമ്മൾ അവസാനിച്ചു എന്നതിൻ്റെ അർത്ഥമല്ല. നമ്മൾ ഒരുപാട് അറിവ് നേടിയിരിക്കുന്നു, നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. ചെയ്തു തീർത്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള അറിവ് നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കതിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നേടിയതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇനി നേടാൻ സാധിക്കും എന്നുള്ള സിഗ്നലാണ് പ്രായം എന്നത്. അതൊരിക്കലും ഒരു മോശം കാര്യമല്ല. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഇമോഷൻ എന്താണെന്നറിയോ? നമ്മളെക്കാൾ മൂത്ത ആൾക്കാരോട് റെസ്പെക്റ്റ് തോന്നും. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം നമ്മളെക്കാൾ മുന്നേ വിധിക്കപ്പെട്ട് വന്നവരാണ് അല്ലേ? നമ്മളെക്കാൾ അറിവ് നേടിയവരാണ്. എപ്പോഴാണോ നമ്മൾ അവരെ ആ ഒരു കണ്ണുകൊണ്ട് കാണുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മുടെ സെൽഫ് ടോക്ക് ശരിയാകുള്ളൂ, നമ്മുടെ ചിന്ത ശരിയാകുള്ളൂ. പ്രായം ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയുള്ളൂ. പ്രായം ഒരു എന്താണ്? നമ്മളുടെ യാത്രയുടെ ദൈർഘ്യത്തിൻ്റെ പേരാണ് പ്രായം എന്നത്. നമ്മൾ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം വർദ്ധിക്കുന്നു. നമ്മളുടെ അച്ചീവ്മെൻറ്റുകൾ വർദ്ധിക്കുന്നു. നമ്മളുടെ പ്രായം ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവും, നമ്മൾ കൂടുതൽ നോളജായി, നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിനേക്കാൾ അധികം അറിവ് നമ്മൾ ആലോചിക്കാറില്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷ ഇപ്പോഴാണ് എഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്രമാത്രം മാർക്ക് മേടിക്കുമായിരുന്നു? കാരണം എന്താ? അന്നത്തെ അറിവിനേക്കാൾ കൂടുതൽ അറിവ് നമുക്ക് ഇന്നുണ്ട്. അന്നത്തേക്കാൾ മൈൻഡ് പവർ നമുക്ക് ഇന്ന് കൂടുതലുണ്ട് അല്ലേ? ആ ഒരു കഴിവ് വെച്ചിട്ട് ഇന്നലെ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്ന് സാധിക്കാൻ പറ്റും. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രായം തെറ്റായ ഒന്നാണെന്നുള്ള നമ്മുടെ ധാരണയെ മാറ്റി അത് നമ്മളുടെ അറിവാണ്, നമുക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ അവസരമാണെന്ന് മനസ്സിലാക്കുക. നമ്മളെക്കാൾ മൂത്ത ആളുകളെ അപമാനിക്കാതിരിക്കുക, മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യാതെ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് എന്തായി മാറുന്നു? റെസ്പെക്റ്റായി മാറുന്നു. അതുകൊണ്ട് ഭാവിയിൽ നമ്മളെ പ്രായം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളോ ബാധിക്കാതെ വരും. അല്ലെങ്കിൽ നമ്മളിത് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരും. എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. പ്രായമായവരെ അപമാനിക്കുകയും ചീത്ത വിളിക്കുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ വളരെ മോശമായിട്ട് പെരുമാറി അവരെ മോശം വാക്കുകളുമായിട്ട് ഡെഫിനേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? അതൊരു മോശം കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യും? അവർക്ക് ഇത് പറയുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അകാല വാർദ്ധക്യം ഉണ്ടാകുക, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പ്രായം ഒരു നല്ല കാര്യമാണ്. അത് ഈശ്വരൻ്റെ വരദാനമാണ്.
അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാലം തൊട്ട് നിങ്ങൾക്ക് നല്ല യൗവനവും നല്ല ആരോഗ്യവും ഉണ്ടാകും. അത് നിങ്ങളുടെ കൂടുതൽ അച്ചീവ്മെൻറ്റ്സിനും കൂടുതൽ മൈൻഡ് പവറിനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ പ്രായമുള്ള ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ ലൈഫ് എൻഡാണ് എന്ന് വിശ്വസിക്കാതെ ലൈഫ് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എഴുതി വയ്ക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം എഴുതി വയ്ക്കുക. തീർച്ചയായിട്ടും അതെല്ലാം അച്ചീവ്മെൻറ്റ്സിലോട്ട് നിങ്ങൾക്ക് പോകും. ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അതിനെ അച്ചീവ് ചെയ്യുകയും വേണം. പ്രായം ഒരു അടിവരയല്ല. സുഖിനോ ഭവന്തു. താങ്ക് യു. ഈ ചാനലുമായിട്ടുള്ള എന്തെങ്കിലും അറിവുകളെ പറ്റിയോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറ്റിയോ അറിയണമെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.